ശബരിമല ദർശന യാത്രയിൽ രാഷ്ട്രപതിയെ ഗവർണർ അനുഗമിക്കില്ല. രാഷ്ട്രപതിക്കൊപ്പം ഗവർണറും ശബരിമല ദർശനത്തിനുള്ള ഒരുക്കത്തിലായിരുന്നു. രാഷ്ട്രപതിയുടെ മലകയറ്റത്തിനായി 5 ജീപ്പുകൾ മാത്രമാണ് ഹൈക്കോടതി അനുവദിച്ചിട്ടുള്ളത്. രാഷ്ട്രപതിയുടെ ടീമിലെ 20 പേരാകും 5 ജീപ്പിലുണ്ടായിരിക്കുക. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രശാന്ത്, ഇങ്ങനെയുള്ള പല തലങ്ങളിൽ രാഷ്ട്രപതിയുടെ ശബരിമല ദർശനവുമായി ബന്ധപ്പെട്ട് എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? മധു, രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊപ്പം ഗവർണർ രാജേന്ദ്ര അർലേക്കറും ശബരിമല ദർശനത്തിന് കന്നി മലയ്ക്ക് ഒരുങ്ങുകയായിരുന്നു. പക്ഷേ ഹൈക്കോടതി 5 ഗൂർഖ ജീപ്പുകൾക്ക് മാത്രം പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് പോകാനുള്ള അനുമതിയാണ് നൽകിയിട്ടുള്ളത്. രാഷ്ട്രപതിയുടെ ടീമിൽ തന്നെ ആകെ ഇപ്പോൾ ഒടുവിൽ ലിസ്റ്റ് വരുമ്പോൾ 30 പേരുണ്ടാകുമെന്നാണ് രാജ്ഭവനും അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ 5 ജീപ്പുകളിലായി 20 പേർക്ക് മാത്രം, രാഷ്ട്രപതി അടക്കം 20 പേർക്ക് മാത്രമേ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ദർശനത്തിന് പോകാൻ സാധിക്കൂ. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഗവർണർ രാഷ്ട്രപതിക്കൊപ്പം ശബരിമല ദർശനത്തിന് നടത്താനുള്ള ആലോചനയിൽ നിന്ന് ഒഴിവാകുന്നത്. മാത്രമല്ല, ഇനിയിപ്പോൾ ഗവർണർക്ക് ആ ടീമിൽ പോകണമെങ്കിൽ തന്നെ ഹൈക്കോടതിയിൽ നിന്ന് ഒരു ജീപ്പിന് പോകുന്നതിനുള്ള പ്രത്യേക പെർമിഷനും വേണ്ടതുണ്ട്. ഇക്കാരണങ്ങളാലാണ് യാത്രയിൽ ഗവർണർ അനുഗമിക്കാത്തത്. നേരത്തെ മുൻപൊരു ലൈവിൽ മാധു ചോദിച്ച പോലെ തന്നെ ഈ ടീമിൽ ഏറ്റവും പ്രധാനമായും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊപ്പം അവരുടെ രാഷ്ട്രപതിയുടെ സുരക്ഷാ ചുമതലയുള്ള മേജർ ഋഷഭ് സിംഗ് നമ്പ്യാൽ ഉണ്ടാകുമോ എന്ന ചോദ്യം നേരത്തെ തന്നെ ചോദിച്ചിരുന്നു. അപ്പോൾ അക്കാര്യത്തിലൊരു വ്യക്തത വന്നില്ല. എന്നാൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം അടക്കം ഈ ടീമിൽ ഉണ്ടാകും എന്നാണ്. എന്തായാലും ഇന്നിപ്പോൾ വൈകിട്ട് രാഷ്ട്രപതി തിരുവനന്തപുരത്തെത്തും. അപ്പോൾ മാത്രമേ ഈ ചിത്രത്തിൽ ഒരു വ്യക്തത വരൂ. നാളെ ഉച്ചയോടെ സന്നിധാനത്തെത്തുന്ന രീതിയിലാണ്, 12 മണിക്ക് സന്നിധാനത്തെത്തുന്ന രീതിയിലാണ് രാഷ്ട്രപതിയുടെ ശബരിമല ദർശനം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്.